ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അതായത് ഒന്നാമത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും കണ്ടതിന് ശേഷം കാണേണ്ട ഒരു വീഡിയോ ആണെന്ന് അർത്ഥം. തീർച്ചയായിട്ടും ഒന്നും രണ്ടും വീഡിയോകൾ നിങ്ങൾ കാണണം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നതായ കോൺസെപ്റ്റുകളൊക്കെ ഈ വീഡിയോയിലേക്ക് എത്തുമ്പോൾ കുറച്ച് വേഗത്തിൽ പറയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ആ ഫോളോ ചെയ്യാൻ പറ്റണമെന്നാണെങ്കിൽ, കൃത്യമായിട്ട് ആ കോൺസെപ്റ്റുകൾ പിടികിട്ടണമെന്നാണെങ്കിൽ ഒന്നും രണ്ടും കാണണം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ട എന്താ, ഏറ്റവും സ്പീഡിൽ തന്നെ നമുക്ക് ഈ പറയുന്നതാകുന്ന ഭാഗം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റണം. സ്പീഡ് കൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം കൂടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തുടങ്ങട്ടെ. ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അവന്മാരുടെയൊക്കെ റിവിഷനിലൂടെ പുതിയ ടൈപ്പിനകത്തേക്ക് പോകാം കേട്ടോ. എടാ നോക്കേടാ, രാമു ആൻഡ് സോമു എന്ത് ചെയ്യണം? രാമുവും സോമുവും ഒരു ജോലി തീർക്കാൻ 10 ദിവസം എടുക്കുമെന്ന് പറയുന്നു. അപ്പൊ രാമു സോമു എങ്ങനെ എഴുതുന്നത്? R+S. എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട് തീർക്കും. അതുപോലെ തന്നെ സോമു ദാമു എന്നിങ്ങനെ 2 പേരുണ്ട്. ഇവർ ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാ ചോദ്യം പറയുന്നത്? ടുഗെദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days. 12 ദിവസം കൊണ്ടാ. ഇനി ദാമുവും രാമുവും കൂടെ ജോലി ചെയ്ത് തീർക്കുന്നത് എത്ര ദിവസം കൊണ്ടാ? രാമു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് എത്ര ദിവസമാണ് മക്കളെ? 15 ദിവസം. ചോദിക്കുന്നത് എന്താ? ഇഫ് രാമു സോമു ആൻഡ് ദാമു വർക്ക് ടുഗദർ, 3 പേരും സോമുവും രാമുവും ദാമുവും ഒന്നിച്ച് വർക്ക് ചെയ്താൽ, 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് അവർ ചോദിക്കുന്നത്. തന്നിട്ടുള്ളതാകുന്ന സെൻസിബിൾ ഡേറ്റയുടെ എന്തെടുക്കണം? ഏറ്റവും ആദ്യം LCM എടുക്കണം. LCM എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. LCM എത്ര മക്കളെ? കാണുമ്പോൾ തന്നെ അറിയാം, 10, 12, 15. കാണുമ്പോൾ അറിയാം LCM 60 ആയിരിക്കും. കൂട്ടത്തിലെ വലിയവനാകുന്നത് 15. 15ന്റെ മൾട്ടിപ്പിൾസ് ബാക്കി ഏതിലാണ് അടങ്ങുന്നതെന്നുള്ളത് നോക്കി പോയാൽ മതി. കാര്യം 12ന്റെ 0 വരുന്ന ആദ്യത്തെ ആളെന്ന് പറയുന്നത് 60. 15നകത്ത് 5ഉം 0 വരും. 12ന്റെ പട്ടികയിൽ എന്തില്ല? ഓഡ് നമ്പറുകൾ വരില്ല. 10ന്റെയും എന്തില്ല? ഓഡ് നമ്പർ വരില്ല. 15ന്റെ മൾട്ടിപ്പിളിൽ ആദ്യം 0 വരുന്ന ആളെ വെച്ച് വേണം ഇവന്മാരെ പൊക്കാൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിടികിട്ടും 60 ഇവിടെ വരുന്ന LCM. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താകും? 6 വരും. ഇവിടെ 12 ആകുമ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? 2, 5 വരും അല്ലെ? 12, 5 അല്ലേ 60. 60/15 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. ശരിയല്ലേ? ഇനി സോമുവും ദാമുവും രാമുവും 3 പേരും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എഫിഷ്യൻസി എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രാമുവും സോമുവും ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6, സോമുവും ദാമുവും ആണെങ്കിൽ 5, ദാമുവും രാമുവും ആണെങ്കിൽ 4. ഇത് ഇത്രയും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പകുതി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. കാര്യം എന്താ? ദാണ്ട് ഇവിടെ 2 6കൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എഫിഷ്യൻസി 6 + 5 + 4 എടുക്കുമ്പോൾ നമുക്ക് 2 തവണ രാമുവിന്റെ എഫിഷ്യൻസി പ്ലസ് 2 തവണ ദാമുവിന്റെ എഫിഷ്യൻസി പ്ലസ് 2 തവണ സോമുവിന്റെ എഫിഷ്യൻസി എന്നാ കിട്ടുന്നത്. നമുക്ക് എന്താ വേണ്ടേ? 1 തവണ സോമു, 1 തവണ രാമു, 1 തവണ ദാമുവിന്റെ എഫിഷ്യൻസിയാ വേണ്ടത്. എന്ത് ചെയ്യുക? 3 കൂടെ കൂട്ടുക, പകുതി എടുക്കുക. 6, 5, 11, 4 എത്ര വരും മക്കളെ? ഇതെല്ലാം കൂടെ കൂട്ടണം. 6, 5, 11, 4 എത്ര വരും? 15. 15ന്റെ എന്ത് ചെയ്യുക? പകുതി എടുക്കുക. 15ന്റെ പകുതി ദാണ്ടേ 15/2. ശരിയല്ലേ? അപ്പോ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 പേരും കൂടി ചെയ്താൽ എന്താകും വരിക? 15/2. ടോട്ടൽ വർക്ക് 60 ആണ്. ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15/2 ആണ്. ആയ കാരണം കൊണ്ട് തന്നെ ഈ 2 ഇഞ്ഞ് മുകളിലേക്ക് വരുമെന്ന് ചിന്തിക്കാം. 15 കൊണ്ട് 60നെ വെട്ടിയാൽ 15 × 4 ആണ് 60 എന്നറിയാം. ഈ 2 മുകളിലേക്ക് വരുമ്പോൾ 4 × 2 എന്ന് പറയുന്നത് എന്തായി മാറും? 8 ആയി മാറും. അതുകൊണ്ട് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 8. ഓക്കെ അല്ലേ? 8 ദിവസം കൊണ്ട് 3 പേരും കൂടെ ചേർന്ന് പണിയെടുത്താൽ ജോലി തീർന്നോളും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? A and B വർക്കിംഗ് ടുഗെദർ. എയും ബിയും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അവർ 24 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട്? 24 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. ദേ ഡിഡ് ദിസ് വർക്ക് ഫോർ 18 days. നമ്മൾ ഇതേപോലെ ഒരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ്? വർക്ക്ഡ് ഫോർ 18 days. എത്ര ദിവസത്തേക്ക് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ? 18 ദിവസത്തേക്ക് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ജോലി ചെയ്യുന്നുള്ളൂ. എങ്കിൽ ആ 18ാമത്തെ ദിവസം കഴിഞ്ഞ് അവശേഷിക്കുന്നതായ ജോലി എന്താണോ ആ ജോലി ആര് തീർക്കുന്നു? സി തീർക്കുന്നു. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട്. എങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യത്തിൽ സെൻസിബിൾ ഡേറ്റയാകുന്ന ഒരേ ഒരു ഡീറ്റെയിൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അതുകൊണ്ട് അവനെ തന്നെ എന്തായിട്ട് അങ്ങ് എടുക്കണമെന്ന് പഠിച്ചു നമ്മൾ. ടോട്ടൽ വർക്കായിട്ട് ഒരേ ഒരു സെൻസിബിൾ ഡേറ്റ ഉള്ളെങ്കിൽ പിന്നെ LCM എടുക്കണ്ട. ചോദ്യത്തിനകത്ത് എന്താണോ ഉള്ളത് ആ ഒരേ ഒരു ഡേറ്റയെ തന്നെ എന്താക്കുക? അങ്ങ് LCM ആക്കുക. 24 അല്ലേ വന്നേ? അത് മാത്രമല്ല A+Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാക്കി മാറ്റുക? 1 ആയി എന്നങ്ങ് കൺസിഡർ ചെയ്യുക. ശരിയല്ലേ? ഒരു ദിവസം ഒരു ജോലി വെച്ച് എയും ബിയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നു എങ്കിൽ ഇവര് എത്ര ദിവസത്തേക്കാണ് ജോലി ചെയ്തെന്ന് ചോദ്യം പറയുന്നത്? 18 ദിവസത്തേക്ക് ജോലി ചെയ്തു. അതിനർത്ഥം മൊത്തമാകുന്ന വർക്ക് അവിടെ
24 ഉണ്ട്. ഒരു ദിവസം ഒരു ജോലി വെച്ച് 24 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നു എന്ന കണക്കിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. നിലവിൽ ഒരു 18 ദിവസം ജോലി ചെയ്താൽ എത്ര യൂണിറ്റ് ജോലി അവിടെ തീർന്നിട്ടുണ്ടാകും? 18 യൂണിറ്റ് ജോലി അവിടെ തീർന്നിട്ടുണ്ടാകും. ഒരു യൂണിറ്റ് എഫിഷ്യൻസി ഒന്നെന്നല്ലേ പറഞ്ഞ്, ഒന്ന് വെച്ച് 18 ദിവസം കൊണ്ട് 18 യൂണിറ്റ് തീർന്നിട്ടുണ്ടാകും. 24 ജോലി ഉള്ളതിലെ 18 തീർന്നു, അവശേഷിക്കുന്നത് എത്ര യൂണിറ്റുകൾ മാത്രം? 6 യൂണിറ്റുകൾ മാത്രം. ഈ പറയുന്ന 6 യൂണിറ്റ് ആണ് ആര് തീർത്തത്? 6 യൂണിറ്റ് ആണ് ആര് തീർത്തത്? സി തീർത്തിട്ടുള്ളത്. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അവൈലബിൾ ആകുന്ന സിയുടെ വർക്ക് എത്രയാണ്? ഡിവൈഡഡ് ബൈ എത്ര ദിവസം കൊണ്ട് തീർത്തു, അതായത് നമ്പർ ഓഫ് ഡേയ്സ്. എത്രയാണ് അവൈലബിൾ വർക്ക്? സിക്ക് അവിടെ ലഭ്യമായത് വെറും 6 യൂണിറ്റ് ജോലിയാണ്. എത്ര ദിവസം കൊണ്ടാണ് അത് തീർത്തേ? 10 ദിവസം കൊണ്ടാണ് തീർത്തേ. സോ 6 ഡിവൈഡഡ് ബൈ 10 ആണ് സിയുടെ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിയല്ലേ? 6/10 എനിക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. എത്ര വരിക? 2 കൊണ്ട് വെട്ടിയാൽ മതി. 2 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും മക്കളെ? 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ശരിയല്ലേ? ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇനി ആകെ വേണ്ടത് ഡയറക്റ്റ്ലി നമുക്ക് സിയുടെ എഫിഷ്യൻസി കിട്ടി, എയുടെയും ബിയുടെയും എഫിഷ്യൻസി നമുക്കറിയാം. നമുക്കിനി എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുക. അത് മാത്രമേ വേണ്ടൂ. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്ന് മാത്രമേ ഇനി കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ശരിയല്ലേ? ദാ ഇങ്ങോട്ട് നോക്കിക്കോ. ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ദാണ്ടേ എയും ബിയും സിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യണം. എയും ബിയും കൂടെ ജോലി ചെയ്യുമ്പോൾ എഫിഷ്യൻസി എത്രയാണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കൺസിഡർ ചെയ്തത് 1 എന്നല്ലേ? ആ 1ൽ മാറ്റമില്ല. പ്ലസ് 3/5 എഫിഷ്യൻസിയാണ് സിയുടെ മാത്രം. അപ്പൊ എയും ബിയും സിയും കൂടെ ജോലി ചെയ്യുമ്പോൾ 1 + 3/5 ആയിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്തെന്നാണ്? നമ്മൾ പഠിച്ചു എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്നല്ലേ വരിക? ആണ്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടണം. അപ്പൊ ടോട്ടൽ വർക്ക് ഇവിടെ എത്രയാ മക്കളെ? ദാണ്ട് ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ ആകുന്ന 24. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്ര? 1 + 3/5. നമുക്കറിയാം മിക്സ്ഡ് ആക്കി എഴുതുമ്പോൾ 1 + 3/5 എന്ന് പറയുന്നത് എത്രയായി മാറും? 1 + 3/5 എന്ന് പറയുന്നത് 1 and 3/5 എന്നായി മാറും. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാൻ 5 × 1 5 + 3 അറിയാലോ. മിക്സഡ് ആക്കി മാറ്റാൻ, മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ. അപ്പൊ എത്ര വരും ഇവിടെ? 5ഉം 3ഉം 8/5 എന്നായിരിക്കും വരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്രയാണ് മക്കളെ? ടോട്ടൽ 8/5. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ഈ 5 എന്ത് ചെയ്യും? ഇങ്ങ് മുകളിൽ വരും. 8 നമുക്ക് ഇവിടെ ക്യാൻസലേഷന് വിധേയമാക്കാം. അപ്പൊ ഇവിടെ മുകളിൽ എത്ര വരും? 3. 5 × 3 എന്ന് വരും. ആൻസർ എത്ര വരും? 15 ഡേയ്സ് എന്ന് വരും. എത്ര വരും മക്കളെ? 15 ഡേയ്സ്. ഓക്കെ ആണോ? എത്ര ഡേയ്സ് എന്ന് വരും? ഈ 5 മുകളിലേക്ക് കൊണ്ടുവിട്ടാൽ മതി. 5ഉം അവിടെ ഒരു 3 ഉണ്ട്. 5 3 കൂടെ ആയപ്പോൾ എത്രയായി? 15 ഡേയ്സ് എന്നായി. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 2 ചോദ്യവും വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റിയോ? പറ്റി. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. അലി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 8 ഡേയ്സ്. അലിക്ക് എത്ര ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ പറ്റും? അലി എന്ന് പറയുന്ന ആൾക്ക് 8 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കാൻ പറ്റുന്നത്. ബൽവീന്ദർ എന്ന് പറയുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും? 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 4 ഡേയ്സ് ദേ ആസ്ക്ഡ് ചന്ദർ ടു ജോയിൻ ദം. അതായത് ചന്ദർ എന്ന വ്യക്തിയെ അവർ വിളിച്ചു, അവരെ കൂടൊപ്പം ജോയിൻ ചെയ്യാൻ. ആയ കാരണം കൊണ്ട് അവർക്ക് 4 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. അതിനർത്ഥം എന്താ? എയും ബിയും കൂടെ ചേർന്നിട്ടാണ് ചന്ദറിനെ വിളിച്ചേക്കുന്നത്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് 4 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അങ്ങനെ അവർ ആ ചന്ദറിനെ വിളിക്കുന്നു. 4 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ ജോലി തീർക്കാൻ പറ്റുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ അവർ ചോദിക്കുന്നത് എന്താ? ചന്ദർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തേനെ? സെൻസിബിൾ ഡേറ്റ ഇത് 3 അല്ലേ? എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? LCM അങ്ങോട്ട് എടുത്താൽ മതി. ശരിയല്ലേ? കൂട്ടത്തിലെ വലിയവനാരാ? 10 അല്ലേ? 10 എന്ന് പറയുന്നതിന്റെ ഇരട്ടി എടുക്കുക. 20. 20നകത്ത് ഈ 8ഉം 4ഉം അടങ്ങും? ഇല്ല. 30നകത്ത് അടങ്ങും? 40നകത്ത് അടങ്ങും. സോ LCM എന്ന് പറയുന്നത് 40. കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻസി എഴുതണം. 40/8 എത്ര വരും മക്കളെ? 5. 40/10 എത്ര വരും മക്കളെ? 4. 40/4 എത്ര വരും മക്കളെ? 10. ഇനി നമുക്ക് എന്താ വേണ്ടത്? ചന്ദറിന്റെ എഫിഷ്യൻസി വേണം. മൊത്തത്തിലെ എഫിഷ്യൻസി 10. എക്കും ബിക്കും തനിത്തനിയായുള്ള എഫിഷ്യൻസികൾ, അതായത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത് 5ഉം 4ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5നെയും 4നെയും കൂടെ എന്ത് ചെയ്യണം മക്കളെ?
കൂട്ടണം. ഈ 5നെയും 4നെയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? 10ൽ നിന്ന് അത് കുറയ്ക്കണം. ശരിയല്ലേ? 5 4 9. 10ൽ നിന്ന് 9 പോകുമ്പോൾ എത്ര വരും മക്കളെ? 1. സിയുടെ എഫിഷ്യൻസി എത്രയാടാ? 1. ആയ കാരണം കൊണ്ട് തന്നെ ടോട്ടൽ വർക്ക് 40, എഫിഷ്യൻസി 1. അതുകൊണ്ട് 40 ഡിവൈഡഡ് ബൈ 1, നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 40 ഡേയ്സ് എന്ന് വരും. എത്ര വരും മക്കളെ? 40 ഡേയ്സ്. ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെ. ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. എടാ, അശോക് എന്ന് പറയുന്ന ഒരാളുണ്ട്, കിരൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് 10 മണിക്കൂർ കൊണ്ട് ഒരു ജോലി തീർക്കുന്നു. കിരൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, റോഹൻ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ജോലി 15 മണിക്കൂർ കൊണ്ട് തീർക്കുന്നു. അതുപോലെ തന്നെ അശോക് എന്ന് പറയുന്ന ഒരാളുണ്ട്, റോഹൻ എന്ന് പറയുന്ന ആളുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് ആ ജോലി തീരും. എങ്കിൽ ഇവിടെ കിരൺ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? എത്ര മണിക്കൂർ കൊണ്ട് ആ ജോലി തീർക്കുമെന്നാണ് ചോദിക്കുന്നത്. ചെയ്യാനുള്ളതാകുന്ന വഴികൾ അറിയാമല്ലോ. ആദ്യം തന്നിട്ടുള്ളതാകുന്നവന്റെ LCM എടുത്ത്, അപ്പൊ നമുക്ക് എന്തിനെ കിട്ടും? ടോട്ടൽ വർക്ക് ആകുന്നവനെ കിട്ടും. LCM 10, 15, 12. കാണുമ്പോൾ തന്നെ അറിയാം LCM എത്ര വരും? 60. 60 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? 6. 60 ബൈ 15 എത്ര വരും? 4. 60 ബൈ 12 എത്ര വരും? 5. ഇനി നമുക്ക് വേണ്ടത് എന്താ? കിരൺ എന്ന് പറയുന്ന ആളിന്റെ എഫിഷ്യൻസിയാ. കിരൺ എവിടൊക്കെയുണ്ടോ അവനെ വട്ടമിടുക. അവിടെ വരുന്ന 2 എഫിഷ്യൻസികൾ എന്ത് ചെയ്യണം? കൂട്ടണം. അവശേഷിക്കുന്നത് ഇന്ന് കുറയ്ക്കണം. അതായത് 6ഉം എന്ത് ചെയ്യണം? 6ഉം ഈ പറയുന്ന 4ഉം കൂടെ കൂട്ടണം. ആ 6ഉം 4ഉം കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നോ അതെന്ത് ചെയ്യണം? കുറയ്ക്കണം. എത്ര വെച്ച്? 5 കൊണ്ട്. എന്നിട്ട് കിട്ടുന്നതിന്റെ പകുതി എടുക്കണം. അതാ നോക്കെ, 6ഉം 4ഉം കൂടെ എത്ര വരും? 10. 10ൽ നിന്ന് 5 പോയാൽ എത്ര വരും? 5. 5ന്റെ പകുതി. അതാണ് കിരണിന്റെ എഫിഷ്യൻസി. 5/2, 5ന്റെ പകുതി. ഇനി നമ്പർ ഓഫ് ഡേയ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 60 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എത്രയാണ്? അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. 60 ബൈ എഫിഷ്യൻസി ഓഫ് കിരൺ എത്ര? 5/2. ആൻസർ കിട്ടാനുള്ള എളുപ്പ വഴി 5 കൊണ്ട് 60നെ വെട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 12 വരും. ഈ 2 ഇഞ്ച് മുകളിലേക്ക് പറഞ്ഞു വിട്. അപ്പൊ 2 ഗുണം 12 എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 24 ഹവേഴ്സ്. എത്ര മണിക്കൂർ കൊണ്ട് തീർത്തിരിക്കും? 24 മണിക്കൂർ കൊണ്ടാണ് കിരൺ ഒറ്റയ്ക്കാണെങ്കിൽ ആ ജോലി തീർക്കുക. ഇത്രയും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റിയോ? നമ്മുടെ റിവിഷൻ സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് പുതിയതാകുന്ന ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഗൈസ്. എന്താണ് ഇവിടെ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ ടൈപ്പ് ആകുന്ന ചോദ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ എഫിഷ്യൻസി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാകുന്ന സെറ്റപ്പ് നമുക്ക് ഓർമ്മയുണ്ടാകും. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്, ശരിയല്ലേ? പക്ഷേ ആളുകളുടെ എണ്ണം മാറാം, വർക്ക് ചെയ്യുന്ന സമയം മാറാം. അതായത് എത്രത്തോളം സമയമാണ് ഒരാൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിലെ 2 മണിക്കൂർ ജോലി ചെയ്യാം, ചിലപ്പോൾ ഒരു ദിവസത്തിലെ 6 മണിക്കൂർ ജോലി ചെയ്യാം. പക്ഷേ സ്റ്റിൽ എഫിഷ്യൻസി ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് എ കോൺസ്റ്റന്റ് എന്നതാകുന്ന രീതിയിൽ നമുക്ക് ഒരു ടൈപ്പ് നമുക്ക് പുതുതായിട്ട് പഠിക്കാം. എങ്ങനെയാ ഇക്വേഷൻ? M1 D1 T1 ഡിവൈഡഡ് ബൈ W1 is equal to M2 D2 T2 ഡിവൈഡഡ് ബൈ W2. ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ, ശരിയല്ലേ? ആണ്. എടാ, ഇനി എന്താണ് ഈ ഒരു M1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ M2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിലേക്ക് 2 കണ്ടീഷൻ തരും. ഇപ്പൊ നമ്മൾ പറയത്തില്ല, എടാ ഞാൻ ആ ജോലി ചെയ്യാൻ പോയത് ഒരു 5 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 5 പേരെയും കൊണ്ടാ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് വയ്യാതായത് കൊണ്ട് ഞങ്ങൾ 4 പേരായി പോയി. അതുകൊണ്ട് ആ ജോലി ഒരു 5 ദിവസം കൂടി അധികം, അല്ലെ ഒരു 3 ദിവസം കൂടി അധികം എടുത്താണ് തീർന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതായത് 2 സെപ്പറേറ്റ് ആകുന്ന കണ്ടീഷൻസുകൾ വരുന്നു. ആദ്യം ഒരു കണ്ടീഷൻ തരും. ഈ കണ്ടീഷനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ടീഷൻ പ്രകാരമുള്ള എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഫിഷ്യൻസിയെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് പോകണം. അവിടെയുള്ള ഏതെങ്കിലും ആകുന്ന ഒരു അൺനോൺ ആകുന്ന ഡേറ്റ ഉണ്ടാകും. ഒന്നുകിൽ ആളുകളുടെ എണ്ണം, സമയം, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം. ആ അൺനോൺ ആകുന്ന ഡേറ്റ കണ്ടുപിടിക്കുക. 2 ഡിഫറന്റ് ആകുന്ന സെനാരിയോകൾ, ബട്ട് പ്രൊവൈഡഡ് എഫിഷ്യൻസി ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാകുന്ന 2 കണ്ടീഷൻസിനെ കമ്പയർ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ ആണോ? അപ്പൊ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇതിനകത്ത് M1 M2 എന്ന് പറയുന്ന 2 പേരെ കാണാനുണ്ട്. അതായത് പൊതുവെ M എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ്, അതായത് എത്ര പേര് ചേർന്ന്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരമുള്ള ആളുകളുടെ എണ്ണത്തിനെ M1 എന്ന് വിളിക്കാം. സെക്കൻഡ് കണ്ടീഷൻ പ്രകാരമുള്ള ആളുകളെ എന്നത് വിളിക്കാം M2 എന്ന് വിളിക്കാം, ശരിയാണോ? ഇനി D എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് 1 എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം D1 ഡേയ്സ്, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം D2 ഡേയ്സ്. ഓക്കെ ആണോ? ഇനി ഒരു ദിവസത്തിലെ 2 മണിക്കൂർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, 3 മണിക്കൂർ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ശരിയല്ലേ? അങ്ങനെയാകുന്ന ഡിഫറൻറ്റ് ടൈമുകൾ 2 കണ്ടീഷനിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം T1, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം T2 ആണ് ടൈം. ഇനി ചെയ്യുന്നതായ ജോലി
ഇപ്പൊ നമ്മൾ അറിയാം വർക്കിനെ കുറെ യൂണിറ്റുകളൊക്കെ ആക്കി നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല. അതായത് ചെയ്യുന്ന വർക്കിന് എണ്ണം ഒരുപക്ഷെ ചോദ്യത്തിൽ തന്നിരിക്കാം. അത് എങ്ങനെയുള്ള ചോദ്യങ്ങളിലാണെന്ന് നമുക്ക് ആ ഓരോ ചോദ്യങ്ങൾ കണ്ടാലേ മനസ്സിലാവും. വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരമുള്ള വർക്കിന്റെ അളവ് എന്ന് പറയുന്ന W1, സെക്കൻഡ് കണ്ടീഷൻ പ്രകാരമുള്ള വർക്കിന്റെ അളവ് W2 എന്ന രീതിയിൽ പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ അപ്പോൾ എത്ര വരുമായിരിക്കൂടാ, M1 D1 T1 divided by W1 is equal to M2 D2 T2 divided by W2. ഓക്കെ ആണോ? ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ T1 T2 എന്ന് പറയുന്ന ആള് നമുക്ക് ചിലപ്പോൾ ചോദ്യത്തിൽ തന്നില്ല എന്ന് വിചാരിക്കും. അതിനർത്ഥം എന്താ, ഇങ്ങനെ ഒരാൾ തൽക്കാലം ആ ചോദ്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബാക്കി ഇക്വേഷൻ എന്തോ വരും നോക്കെ, M1 D1 divided by W1 is equal to M2 D2 divided by W2. കണ്ടോ? ഇനി ചില ചോദ്യങ്ങളിനകത്ത് ഈ ഡേയ്സിനെ കുറിച്ച് തന്നില്ല എന്ന് വരും. ഡേയ്സ് തന്നിട്ടില്ലെങ്കിൽ ഡേയ്സ് പരിഗണിക്കേണ്ട, ടൈം ആയിരിക്കും തരുന്നത്, എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്തു എന്നായിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, M1 T1 divided by W1 is equal to M2 T2 divided by W2 എന്നെടുക്കുക. ചില കണ്ടീഷൻസിൽ വർക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് പറയത്തില്ല. അവർ പറയുന്നത് ഇപ്പോ ഒരു കണ്ടീഷൻ പറയാ, പെയിന്റഡ് എ എന്താണ്, പെയിന്റ് ചെയ്യണം, പെയിന്റഡ് എ ഹൗസ് എന്നായിരിക്കും ചോദ്യത്തിൽ പറയുന്നത്. ഒരു വീട് പെയിന്റ് അടിച്ചു, ആ വീട് പെയിന്റ് അടിക്കുക എന്ന് പറയുന്നതാകുന്ന കണ്ടീഷൻ തന്നിട്ട് അവർ പറയും ഇതേ വീട് പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര പേര് വേണം, എത്ര ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അതേ കണ്ടീഷൻ തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ W1 ഉം W2 ഉം സെയിമാ. ഓക്കെ ആണോ? അങ്ങനെയാകുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, W1 ഉം W2 ഉം ഇല്ലാതെ പരിഗണിച്ചാൽ മതി. ഓക്കെ ആണോ? അതിനർത്ഥം ഇക്വേഷൻ ആ സമയമാകുമ്പോൾ എങ്ങനെ മാറും, W1 ഉം W2 ഇല്ലാതെ പരിഗണിച്ചാൽ എന്താകും, M1 D1 T1 is equal to M2 D2 T2. ഈ W1 ഉം W2 ഒക്കെ എടുക്കേണ്ടാതെ വരുന്ന കണ്ടീഷനുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതാത് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു പക്ഷേ ചോദ്യത്തിൽ ഈ W1 ഉം W2 മെൻഷൻഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ചോദ്യത്തിനകത്ത് മെൻഷൻഡ് ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടും ഒരേ ജോലിയെ കുറിച്ചാണ് പറയുന്നത്. രണ്ടും രണ്ട് ജോലിയാണെങ്കിൽ W1 നും W2 നും വാല്യൂ ഉണ്ടാവും കേട്ടോ. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കേ, 15 men ഉണ്ട്, പെയിന്റഡ് എ ഹൗസ് ഇൻ 40 days. എത്ര ദിവസം കൊണ്ട്, 40 days. ഇവിടെ നോക്കേ 15 men, അപ്പൊ ഇതാരായി, M1, 40 days കൊണ്ട് തീർന്നു. ഇതെത്രയായി, D1 ആയി. ശരിയല്ലേ? ഇനി ഇഫ് ഇറ്റ് ടേക്സ് 25 days, ഇനി എന്താ സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത കണ്ടീഷൻ അല്ലേ. അപ്പൊ ഇതെന്തായി, ഇത് 25 days എടുത്തു എന്ന് പറയുമ്പോൾ ഇതാരായി മക്കളെ, D2 ആയി. ഇനി ഈ ഹൗ മെനി മെൻ റിക്വയർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവർ ചോദിക്കുന്നത് ആരുടെ കാര്യമാണ്, M2വിന്റെ കാര്യം എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിനകത്ത് T1 T2 തന്നിട്ടില്ല. അത് മാത്രമല്ല ചോദ്യത്തിനകത്ത് ഹൗസ് പെയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ പ്രകാരം 15 പേര് 40 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലി തന്നെയാണ് 25 ദിവസം കൊണ്ട് വേറെ എത്രയോ പേര് തീർക്കണ്ടേ. ഒരേ ജോലി തന്നെ, ജോലിയിൽ മാറ്റമില്ല. അതിനർത്ഥം എന്താ, W1 is equal to W2 എന്ന. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, W1 ഉം W2 ഇല്ലാതുള്ള ഇക്വേഷൻ പരിഗണിച്ചാൽ മതി. അതിനകത്ത് T1 ഉം T2 ഇല്ലാത്തത് കൊണ്ട് T1 ഉം T2വിന്റെ ആവശ്യമില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും, M1 D1 is equal to M2 D2 എന്നായി മാറും. വാല്യൂസ് അങ്ങോട്ട് ഇട്ടുകൊട്. M1ന്റെ സ്ഥാനത്ത് 15, D1ന്റെ സ്ഥാനത്ത് എത്ര വരുമായിരിക്കും, 40 വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, എത്ര പേരാണെന്ന് അറിയില്ല, M2വിന് എത്ര പേരെന്ന് അറിയില്ല. ഇവിടെ എന്താ ഉള്ളത്, D2 എന്ന് പറയുന്നത് എത്ര ദിവസം എന്നാ പറയുന്നത്, 25 ദിവസം. മൊത്തം ക്യാൻസൽ ചെയ്തു. 5 കൊണ്ട് ഇവനെ 2 പേരെയും വെട്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ 5 കൊണ്ട് വെട്ടിയാൽ പോരെ. ഇവിടെ 5 വരും, ഇവിടെ എത്ര വരും, 3 വരും. ഇനി ഇവിടെ എന്താ ഉള്ളത്, 40 ഉണ്ട്. ഈ 5 കൊണ്ട് ഈ 40 വെട്ടാം. ഇപ്പൊ ഇവിടെ എത്ര വരുമായിരിക്കും, 8 വരുമായിരിക്കും. ശരിയല്ലേ? ആയ കാരണം കൊണ്ട് M2 is equal to 8 × 3 എത്ര വരും, 24 days. അതായത് 24 days എന്നല്ലല്ലോ, 24 men required. ശരിയാണോ? അതായത് ചോദിക്കുന്ന ചോദ്യത്തിനെ ഒന്നുകൂടെ പറഞ്ഞു നോക്കെ, 15 പേര് ചേർന്നിട്ട് 40 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 25 ദിവസം കൊണ്ട് തീരണമെന്നാണെങ്കിൽ മൊത്തം എത്ര പേര് വേണം, 24 പേര് വേണം എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആ കണ്ടീഷൻ വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത് കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ പിടികിട്ടിയില്ലേ കണ്ടീഷൻ. അടുത്ത ഒരു ചോദ്യം നോക്കേ, ഇതും അങ്ങനെ തന്നെ ഉള്ളൊരു ചോദ്യമാണ്. പക്ഷെ ഇതിനകത്ത് എന്താണ് വ്യത്യാസം നോക്കേ, 25 മെന്നിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഹൗസ് പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ ആണോ? 30 ദിവസം കൊണ്ട് ആ ജോലി തീരണം. ഒരു ദിവസം 5 മണിക്കൂർ പണിയെടുക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഒരു വീട് പെയിന്റ് അടിക്കുന്നു. ഓക്കെ ആണോ? ഇനി കണ്ടീഷൻ പറയുന്നതും അതേ വീട് പെയിന്റ് അടിക്കുന്ന കാര്യമാണോ നോക്കുക. ഇഫ് 15 more men were added in how many days will the work be completed? കണ്ടോ, ആ വർക്ക് കംപ്ലീറ്റ് ആകാൻ, ആ വർക്ക് എന്ന് പറയുന്നത് എന്താ, ഈ ഹൗസ് പെയിന്റ് അടിക്കുക. അപ്പൊ വർക്ക് സെയിം ആണ്, W1 is equal to W2 എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ചോദ്യപ്രകാരം W1 is equal to W2 എന്നാ. ഇനി നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഇതിനകത്ത് 25 പേരുണ്ട്, 30 ദിവസം കൊണ്ട് 5 മണിക്കൂർ വെച്ചെന്നുള്ള കണ്ടീഷൻ പ്രകാരമാണ് ജോലി തീർക്കുന്നത്. എങ്കിൽ ഇതിന്റെ ആൻസർ ഇനി ഏത് ഇക്വേഷൻ വെച്ചാൽ എടുക്കേണ്ട, M1 D1 T
D1 is equal to M2 D2 T2 എന്ന് ഇക്വേഷൻ വെച്ചാൽ ചെയ്യേണ്ട. W1 W2 വേണ്ട. M1 അവിടെ എത്രടാ 25 ഇൻറ്റു D1 അവിടെ എത്രടാ 30 ദിവസം കൊണ്ട്. എത്രടാ അവിടുത്തെ T1 എന്ന് പറയുന്നത് 5 മണിക്കൂർ കൊണ്ട്. M2 എന്ന് പറയുന്നത് എത്ര 15 മോർ മെൻ വെയർ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നേരത്തെ ഉണ്ടായിരുന്ന 25 ആകുന്നതിന്റെ കൂടെ ഒരു 15 പേരെ കൂടി അധികം ചേർത്തു. അപ്പോ രണ്ടാമത്തെ കണ്ടീഷനിൽ എത്ര പേരുണ്ട്? 25ന്റെ കൂടെ ഒരു 15 കൂടെ കൂടുമ്പോൾ 25 പ്ലസ് 15 എത്ര വരുന്നത്? 25 പ്ലസ് 15 എത്ര വരുന്നത്? 40 പേര് അവിടെ ഉണ്ട്. ഇൻറ്റു കണ്ടോ, ഇനി എന്താ വരിക? ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് എന്നാ ചോദിച്ചാൽ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് D2 ആണ്. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ചാൽ വർക്ക് ചെയ്യേണ്ടേ? 9 മണിക്കൂർ വെച്ചാൽ വർക്ക് ചെയ്യേണ്ടേ. എത്ര മണിക്കൂർ വെച്ചാൽ വർക്ക് ചെയ്യേണ്ടേ? 9 മണിക്കൂർ വെച്ച്. നമുക്ക് D2 ഇസ് ഈക്വൽ ടു എത്ര വരുമെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? കണ്ടുപിടിക്കാലോ. കട്ട് ചെയ്ത് കളയടാ. 40 30 പൂജ്യങ്ങൾ വെട്ടിപ്പോയി. ഓക്കെ ആണോ? 40ന്റെ 0 വെട്ടി 30ന്റെ 0 പോയി. 3 കൊണ്ട് ദാണ്ട് ഇവന്മാരെ രണ്ടുപേരെയും വെട്ടിക്കോ. അപ്പൊ ഇവിടെ എത്ര വരും? 3 വരും. ശരിയാണോ? 25 125 ഇവിടെ 3 12. നോക്കേ, 25 125 ഡിവൈഡഡ് ബൈ എത്ര വരും മക്കളെ? 12. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? 25 ഡിവൈഡഡ് ബൈ 12. ഇവിടെ 30 ദിവസം 5 മണിക്കൂർ എന്നല്ലേ തന്നേക്കുന്നത്? കറക്റ്റ് ആണ്. 9 അവേഴ്സ് ഡേ എന്നല്ലേ തന്നേക്കുന്നത്? ആണ്. ഓക്കെ, എല്ലാം കറക്റ്റാ. 125 ഡിവൈഡഡ് ബൈ 12. 12നകത്ത് ഒരു തവണയായി. ശരിയല്ലേ? ഇനി ഇവിടെ എന്തായി? ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് 5 ആണ്. അവിടെ ഒന്നും ഇടാനില്ല. ഇനി 0 ഉള്ള 5/12 എന്ന് വരും. ശരിയാണോ? 10 ആൻഡ് 5/12. ഓക്കെ അല്ലേ? 10 ആൻഡ് 5/12 ഇതായിരിക്കും നമ്മുടെ ആൻസർ. അത്രയും ദിവസം കൊണ്ടായിരിക്കും എന്ത് തീരുക? ഈ ജോലി ഇനി ചെയ്തു തീർക്കാൻ സാധിക്കുക. എത്ര ദിവസം കൊണ്ടെന്നാ പറഞ്ഞേ? 10 ആൻഡ് 5/12 ഡേയ്സ്. എത്ര ദിവസം എന്നാ പറഞ്ഞ മക്കളെ? 10 ആൻഡ് 5/12. ഓക്കെ, 10 ആൻഡ് 5/12 ഡേയ്സ് കൊണ്ട് ഈ ജോലി തീരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. എളുപ്പമല്ലേ? അടുത്തൊരു ടൈപ്പ് നോക്കേടാ. ഈ ചോദ്യത്തിനകത്ത് ശ്രദ്ധിക്കണം. ഒരു റോഡ്, ആ റോഡിന്റെ നീളം അവർ പറയുന്നുണ്ട്. എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ 100 മീറ്റർ റോഡാണ്. അതായത് അവിടുത്തെ ജോലി എന്താ? 100 മീറ്റർ റോഡ് ടാർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് W1. ഈസ് കോൺക്രീറ്റഡ് ബൈ 25 പീപ്പിൾ. അപ്പൊ ഇതെന്തായി? M1. വർക്കിംഗ് 7 അവേഴ്സ്. അപ്പൊ ഇതെന്തായി? T1. വിൽ ടേക്ക് 15 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്തായടാ? 15 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് എന്ത്? D1. ശരിയല്ലേ? ടു കംപ്ലീറ്റ്. ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് എന്ന് ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? D2. ഒരു ദിവസം എത്ര നേരം പണിയെടുക്കുന്നു? 5 അവേഴ്സ്. അപ്പം 5 അവേഴ്സ് എന്ന് പറയുന്നത് ആരായി? T2 ആയി. ടു കംപ്ലീറ്റ് 50 മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 50 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് W2. ഓക്കെ അല്ലേ? ഇനി 63 പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇതാരാണ്? ഇതാണ് M2. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്തായി? M1 D1 T1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 T2 ഡിവൈഡഡ് ബൈ W2. വേണമെങ്കിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ? W1 ഡിവൈഡഡ് ബൈ M1 D1 T1 എന്ന രീതിയിൽ എഴുതിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വേണോ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഇനി M1ന്റെ വാല്യൂ എന്താ? ഈ ഇക്വേഷൻ അങ്ങനെ എഴുതാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. M1ന്റെ വാല്യൂ എത്രയാ? 25. D1ന്റെ വാല്യൂ എത്രയാ? 15. ഇനി അവിടെ എന്താ ഉള്ളത്? ഒരു ദിവസം 7 മണിക്കൂർ. എത്രയാണ്? 100 മീറ്റർ ആണ് ടാർ ചെയ്യാനുള്ളത്, കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. M2ന്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? ഉണ്ട്, 63. എത്രയാണ് അവിടുത്തെ വർക്ക് എന്ന് തന്നിട്ടുണ്ട്? 50. ഇനി എത്ര മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എത്ര? 5 മണിക്കൂർ. ഇത്രയും ഡീറ്റെയിലാണ് തന്നേക്കുന്നത്. നമ്മൾ ആരെ കണ്ടുപിടിക്കാം? അല്ലേ, നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമുക്ക് D2നെ കണ്ടുപിടിക്കണം. D2ന്റെ വാല്യൂ ഇവിടുന്ന് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആണ്. ദാണ്ടെ 25 കൊണ്ട് 100നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 4 ആയി. 7 കൊണ്ട് 63നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 9 ആയി. 5 കൊണ്ട് ഇപ്പുറത്ത് 15നെയും ഇവിടുത്തെ 5നെയും വെട്ടുമ്പോൾ ഇവിടെ എത്രയായി? 3 ആയി. ഈ 3 കൊണ്ട് 9നെ വെട്ടുമ്പോൾ ഇതെത്രയായി? 3 ആയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ആൻസറിനകത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. D2 എന്ന് പറയുന്ന ആള് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ശരിയല്ലേ? 12 ഗുണം 4 ആണ് 48. അവശേഷിക്കുന്നത് 2/12. വെട്ടി ചെറുതാക്കുമ്പോൾ 2/12 എന്ന് പറയുന്നത് 1/6 ആയി മാറും. ഓക്കെ ആണോ? 2 ഡിവൈഡഡ് ബൈ 12നെ വെട്ടുമ്പോൾ എനിക്ക് എത്ര ആക്കാം? 2 കൊണ്ട് വെട്ടിയാൽ 1/6 ആക്കി കൂട്ടിയിടാം. അത് 4 ആൻഡ് 1/6. അത്രയും ഡേയ്സ് കൊണ്ടായിരിക്കും ഈ ജോലി ഇവിടെ കംപ്ലീറ്റ് ആകുന്നതെന്ന് അർത്ഥം. പിടികിട്ടിയോ? പിടികിട്ടി. ഈ ചോദ്യവും നല്ലതുപോലെ ഒന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആകുന്ന ചോദ്യമാണ്.
അടുത്തതാകുന്ന ചോദ്യം ഒന്ന് നോക്കേടാ. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡിസൈഡഡ് ടു കംപ്ലീറ്റ് എ വർക്ക് ഇൻ 10 days ബട്ട് 5 ഓഫ് ദം റിമൈൻഡ് ആബ്സെന്റ്. 5 പേരെ കാണാനില്ല. ഇഫ് റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ 12 days ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത? ഇത് അടുത്ത ടൈപ്പായിട്ട് പരിഗണിച്ചോ. ഓക്കെ ആണോ? ഈ ചോദ്യത്തിനകത്ത് പറയുന്നത് എത്രയോ ആളുകൾ, ഓക്കെ, ആ ആളുകളുടെ എണ്ണം അറിഞ്ഞൂടാ, ആ എണ്ണത്തിനെയാ കണ്ടുപിടിക്കണ്ടേ, അവനെ തന്നെ അങ്ങ് എക്സ് എന്ന് വിളിച്ചേരെ. അപ്പോൾ എക്സ് ആളുകൾ ചേർന്ന് പണിയെടുത്തു. ഓക്കെ, എത്ര ദിവസത്തേക്ക്? 10 ദിവസത്തേക്ക്. അപ്പൊ M1D1. ഓക്കെ ആണോ? വർക്ക് എന്ന് പറയുന്നത് എന്താ? ജോലി കംപ്ലീറ്റ് ചെയ്യുക. 2 കണ്ടീഷൻ പ്രകാരം ജോലി കംപ്ലീറ്റഡ് ആകുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് M1D1, T1നെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ M1D1 = M2D2. M2 എന്ന് പറയുന്നത് ആരാ മക്കളെ? അവിടെ 5 പേരുടെ ആബ്സെന്റ് ആകുന്നുണ്ട്, 5 പേര് കുറവുണ്ട് അവിടെ. അതായത് എക്സ് ആകുന്ന ആളുകളിൽ 5 പേര് കുറഞ്ഞുപോയി. ഇതാണ് ആര്? M2. ഇനി D2 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർത്തു? 12 ദിവസം കൊണ്ട് തീർത്തു എന്നാ പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണ് ഇതാ ഇനി ഇതിനെ x-5 ദാ ഇവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായി മാറൂടാ? ഒന്നോക്കെ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 12 എന്നായി മാറും. ശരിയല്ലേ? ഇതിനെ ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ ഇത് എന്തായി മാറും? 2 കൊണ്ട് വെട്ടുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 6. ശരിയല്ലേ മക്കളെ? എടാ ദാ എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. ദാ ഈ 6, 5 2 പേർക്കിടയിലുള്ള ഡിഫറൻസ് 1 ആ. ശരിയല്ലേ മക്കളെ? 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ആണോ? ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം x-5ഉം എക്സുമായിട്ടുള്ള ഡിഫറൻസ് എത്ര? 5ന്റെ ഡിഫറൻസ് ഉണ്ട്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ ആണോ? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഇവിടെ എന്താ? ഈ എക്സിനും x-5നും ഇടയിൽ 5ന്റെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് വെട്ടിച്ചെറുതാക്കുമ്പോഴുള്ള ഡിഫറൻസ് 1. അതിനർത്ഥം എന്താ? 1 യൂണിറ്റ് 5 ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആണോ? അല്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 6 കറസ്പോണ്ടിങ് ടു എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? 6 കറസ്പോണ്ടിങ് ടു എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. 6 കറസ്പോണ്ടിങ് ടു എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ? 6 കറസ്പോണ്ടിങ് ടു എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? 1 യൂണിറ്റ് 5 ആണെങ്കിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? അങ്ങനെ നോക്കണം കേട്ടോ. 6 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 6 യൂണിറ്റ് എന്ന് പറയുന്നത് 6 × 5 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30. ഓക്കെ, ഇതാണ് ഒരു വഴി. ആൻസർ എത്ര വരും? 30. ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വഴി, എളുപ്പ വഴിയുണ്ട്. അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് തീർത്താൽ മതി. പെട്ടെന്ന് ആൻസർ വരും. 10x. ഇവിടെ എന്താ ഉള്ളത്? 12 അകത്തോട്ട് വരുമ്പോൾ 12x മൈനസ് 12 5 60. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 10നെ ഇനി ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം, 60നെ ഇനി ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം. അപ്പോൾ എന്തോ സംഭവിക്കും? 2x എന്ന് പറയുന്നത് എത്ര വരും? 60. എങ്കിൽ x എത്ര വരും? ഇതിന്റെ പകുതി 30. ശരിയാണോ? പകുതി 30. കണ്ടോ? ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്തതാകുന്ന ചോദ്യം എന്താണെന്ന് നോക്കേ. ഇതേ രീതിയിലുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എന്താണെന്ന് നോക്കിയേ മക്കളെ. ഇവിടെ certain number of men can complete a task in 50 days എന്ന് പറയുന്നുണ്ട്. ഇഫ് 5 more men എന്നാ പറഞ്ഞേക്കുന്നത് ആഡ് ചെയ്താൽ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 10 days. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒറിജിനൽ നമ്പർ എത്ര മെൻ അവിടെ ശരിക്കും ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കുമുള്ള മെന്നിനെ എക്സ് എന്ന് വിളിച്ചാൽ ആ വർക്ക് തീരുന്നത് M1D1. ആ വർക്ക് തീരുന്ന കണ്ടീഷൻ ആണല്ലോ 2 8 പറഞ്ഞേക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ M1D1, T1നെ കുറിച്ച് പറയുന്നില്ല. W1 W2 എടുക്കണമെന്നില്ല. അപ്പൊ M1D1 = M2D2 ആ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ M1ന്റെ സ്ഥാനത്ത് കണ്ടുപിടിക്കേണ്ട ആളുകളുടെ എണ്ണത്തിനെ എക്സ് എന്ന് വിളിക്കുന്നു. ഇൻറ്റു ഡേയ്സ് എന്താ? D1 എന്ന് പറയുന്നത് 50 ഈസ് ഈക്വൽ ടു 5 മോർ മെൻ ആഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? 5 ആയിരുന്നു. എക്സ് എന്ന് പറയുന്നത് ആയിരുന്നു അവിടെ ആളുകളുടെ എണ്ണം, അതിന്റെ കൂടെ 5ഉം കൂടെ കൂടി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 10 days ലെസ്. ഒന്ന് നോക്കേ, 10 days ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. നേരത്തെ എത്ര ദിവസം കൊണ്ട് തീർന്നു? 50 ദിവസം കൊണ്ട്. ഇപ്പൊ 10 ദിവസം കുറയുമ്പോൾ അത് എത്ര വരും? 50 നിന്ന് 10 പോയാൽ എത്ര വരും? 40. കണ്ടോ? പെട്ടെന്ന് തീർന്നല്ലോ. ആൻസർ ആയല്ലോ. താണ്ടേ വെട്ടി ചെറുതാക്കി ആൻസറിലേക്ക് എത്തിക്കോ. 2 0 2 സൈഡിൽ നിന്ന് വെട്ടി മാറ്റി. ഇവിടെ ഇപ്പൊ എന്തുണ്ട്? 5x. അപ്പുറത്ത് ഇപ്പൊ എത്ര ഉണ്ട്? 4x പ്ലസ് 5 × 4 20. അപ്പുറത്തോട്ട് ഈ പറയുന്ന 4x ഇഞ്ഞ് കൊണ്ടുപോയോ. 5 നിന്ന് 4 പോകുമ്പോൾ 1. ദാറ്റ് ഈസ് x = എത്ര വരും മക്കളെ? 20 എന്ന് വരും. എക്സിന്റെ വാല്യൂ എത്ര വരും ഇവിടെ? 20. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടി മക്കളെ. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതും പുതിയതാകുന്ന ടൈപ്പ് നമ്മൾ പരിചയപ്പെട്ടു.
ഓക്കെ അല്ലേ? പുതിയതാകുന്ന ന്യൂ ക്വസ്റ്റ്യൻസിനെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് റിവിഷൻ, പഴയതാകുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളുടെ റിവിഷൻ നമ്മൾ നടത്തി. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനുകളൊക്കെ എത്രത്തോളം റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സാധനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വരുന്ന പരീക്ഷയിലും ഇവന്മാരൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതി പോലെ തന്നെ പഠിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ആവുക. ടെലഗ്രാമിൻ്റെ ചാനലിനകത്ത് ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എന്നോടൊപ്പം എന്ത് ചെയ്യാം, പഠിക്കാം. എന്നോടൊപ്പം ഒരുപാട് ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്കൊരു കമ്പൈൻ സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കമ്പൈൻ സ്റ്റഡി. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു 80 ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടകം തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 80 ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക, അതിൻ്റെ മെസ്സേജ് എനിക്കൊന്ന് അയച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? അങ്ങനെ അയക്കുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. സോ കൂടുതലാകുന്ന ചോദ്യങ്ങൾ ടൈം ആൻഡ് വർക്കിൽ നിന്ന് ഇനിയും വരാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.